ഓ അപ്പൊ നിങ്ങളാണല്ലോ. ഹലോ ഇത്താത്താ. എടി ഞങ്ങള് വൈകുന്നേരം കൂടാൻ വരൂട്ടോ. കുട്ടികളെയും കൂട്ടുന്നുണ്ടോ? ആ കുട്ടികൾക്കാ നിർബന്ധം. സ്കൂള് പൂട്ടിയാലല്ലേ അങ്ങോട്ടൊക്കെ വരാനാവുള്ളൂ. അല്ല നിങ്ങൾ എവിടെങ്കിലും പോന്നുണ്ടോ? ആ ഞാനൊന്ന് എന്റെ വീട്ടിൽ പോണോന്ന് വിചാരിച്ചു എന്നാ നിൽക്കായിരുന്നു. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. എന്നാ ഞാൻ വെക്കട്ടെ. ഓ സ്കൂള് പൂട്ടിയ എല്ലാരും പോകാ ടൂറിനാ. ഇത് കെട്ടിയെടുക്ക അങ്ങ് തറവാട്ടിലേക്കാ. എന്തൊരു സ്നേഹ എന്നാ ആങ്ങളേനോട്. നിങ്ങളെ വാപ്പാന്റെ പെങ്ങളും മക്കളും വരുന്നുണ്ട്. വേഗം കളിക്കുന്ന ടോയ്സ് ഒക്കെ എടുത്ത് ഒളിപ്പിച്ച് അങ്ങ് വെച്ചേക്ക്. അതെന്തിനാ ഉമ്മ? നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോ അവരൊന്നും എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടില്ലല്ലോ. ഓ അതിന് ആടെ എന്തെന്നാ ഉള്ളത്? തല പോയ ഒരു ജിറാഫും ഒറ്റക്കാലുള്ള ഒരു സൈക്കിളും. ആ എന്താ ഇവിടെ ഒരു ബഹളോ? വിരുന്ന് വരുന്നുണ്ട്. വേഗം പോയിട്ട് വെച്ച് വിളമ്പാനുള്ള സാധനമൊക്കെ ഇങ്ങ് വാങ്ങിക്കോ. ആരാ വരുന്നേ? എന്റെ വീട്ടുകാരാ? അതിന് എന്റെ വീട്ടുകാരുണ്ടല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ നാണയില്ലാണ്ട് കയറി വരികയല്ല. ആരാ വരുന്നതേ? ഒന്ന് തെളിച്ച് പറ. ഏ ഇത്താത്ത വരുന്നുണ്ടോ? ഓ സ്വന്തം പെങ്ങള് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്താ ഒരു സന്തോഷം. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം ഒന്നും കാണലില്ലാലോ. എനിക്ക് അങ്ങനെ നിന്റെ വീട്ടുകാര് എന്റെ വീട്ടുകാരി എന്നുള്ള വേർതിരിവൊന്നും ഇല്ല. ഓ അതെനിക്ക് ശരിക്കും മനസ്സിലായതാ. എന്ത് മനസ്സിലായതാന്ന്? നിങ്ങളെ പെങ്ങളെ വീട്ടിൽ പോകുമ്പോ നിങ്ങള് വലിയ കവറിലല്ലേ സാധനം വാങ്ങല്. എന്റെ വീട്ടിൽ പോകുമ്പോ ചെറിയ കവറിലും സാധനം വാങ്ങും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ വിചാരിക്കരുത്. നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നിൽ 14 കൊല്ലായി. ചെറുപ്പത്തിൽ തന്നെ ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു പോയ ഒരുത്തനാ ഞാൻ. നിന്നെ കെട്ടിയപ്പോണ്ടല്ലോ ഒരു ഭാര്യയെ മാത്രല്ല ഉപ്പാനെയും ഉമ്മാനെയും കിട്ടിയെന്ന് സന്തോഷിച്ചവനാ ഞാന്. അതെനിക്കറിയോ? എന്നിട്ട് പെങ്ങളെ പറ്റി പറയുമ്പോ 100 നാക്കാന്നല്ലോ. ഒരു പെണ്ണ് കെട്ടിയെന്ന് വിചാരിച്ചാൽ ഞാൻ പെങ്ങളെ ഉപേക്ഷിക്കണോ? എന്നാ പെങ്ങളും പട ഇപ്പൊ അങ്ങ് വരൂ. വേഗം സൽക്കരിച്ചോ. ഞാൻ എന്റെ വീട്ടിൽ പോവുക. എന്റെ പെങ്ങളെ സൽക്കരിക്കാണ്ടല്ലോ എനിക്കറിയാം. അതിന് എന്റെ ആവശ്യം എനിക്കില്ല. നിങ്ങളെ പോലുള്ളവരൊന്നും കല്യാണം കഴിക്കാൻ നിക്കരുത്. പെങ്ങളെ കെട്ടിപ്പിടിച്ച് അങ്ങ് ഇരിക്കരുതതിനോ. കൂടപ്പറപ്പുകളെ തമ്മിലടിപ്പിക്കുന്ന ഇന്നെ പോലുള്ള ഒരു പെണ്ണ് പോയാലും 10 പെണ്ണിന് എനിക്ക് കിട്ടടി. പക്ഷേ നിനക്കും വളർന്നു വരുന്നുണ്ടടി 2 മക്കള്. അവരും ഇത് കണ്ടാണ് വളരുന്നത് എന്നുള്ള ബോധം എനിക്ക് വേണം.